Good morning to all. Welcome to another lecture for economics. This is Neenu Ragesh on the behalf of Learners Hub. In this video, I am going to discuss about economic growth and development, difference between economic growth and economic development, and also indicators of economic development. അപ്പോൾ നമ്മുടെ സെറ്റ് ഇക്കണോമിക്സിൻ്റെ മൊഡ്യൂള് 5 അല്ലെങ്കിൽ യൂണിറ്റ് 5 ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂണിറ്റ് 5 വരുന്നത് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റൽ ഇക്കണോമിക്സ് ആണ്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇക്കണോമിക് ഗ്രോത്ത്. വാട്ട് ഈസ് ഇക്കണോമിക് ഗ്രോത്ത്? We can define economic growth in two ways. First one, economic growth is increasing the value of goods and service. Secondly, economic growth is increasing national per capita income. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിലെ ഫസ്റ്റ് പോർഷൻ, അതായത് ഇക്കണോമിക് ഗ്രോത്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇക്കണോമിക് ഗ്രോത്തിനെ നമുക്ക് ടു വേസിൽ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ആക്ച്വലി ഇക്കണോമിക് ഗ്രോത്ത് എന്ന് വെച്ചാൽ മോണിറ്ററി ടേംസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ്സ് എ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ്, ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസാണ് നമ്മൾ ഇക്കണോമിക് ഗ്രോത്ത് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് മോണിറ്ററി ടേംസിൽ. അപ്പോൾ നമുക്ക് മോണിറ്ററി ടേംസിൽ ടു വേസിൽ ഇക്കണോമിക് ഗ്രോത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഈസ് ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരു കൺട്രിയിൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അവിടെ ഇക്കണോമിക് ഗ്രോത്ത്, ആ കൺട്രി ഇക്കണോമിക് ഗ്രോത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. സെക്കൻഡ്ലി, ഒരു കൺട്രിയുടെ പെർ ക്യാപിറ്റ ഇൻകം അല്ലെങ്കിൽ നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, കൺട്രി ഈസ് ഇൻ ദ പാത്ത് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്. ആ ഒരു കൺട്രി ഇക്കണോമിക് ഗ്രോത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ദിസ് ഈസ് ഇക്കണോമിക് ഗ്രോത്ത്. സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ ഇക്കോണമിയുടെ പെർ ക്യാപിറ്റ ഇൻകം അല്ലെങ്കിൽ നാഷണൽ ഇൻകത്തിൽ ഇൻക്രീസ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ കൺട്രി ഇക്കണോമിക് ഗ്രോത്തിലാണെന്ന് പറയാം. ഓക്കെ, സെക്കൻഡ് കോൺസെപ്റ്റാണ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് മീൻസ് ഗ്രോത്ത് പ്ലസ് സ്ട്രക്ചറൽ ചേഞ്ച്. നമ്മളിപ്പം ഓൾറെഡി ഇക്കണോമിക് ഗ്രോത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ഇക്കണോമിക് ഗ്രോത്തും പ്ലസ് സ്ട്രക്ചറൽ ചേഞ്ചും ആണ് ഇവിടെ വരുന്നത്, ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൽ വരുന്നത്. എന്താണ് ഗ്രോത്ത് പ്ലസ് സ്ട്രക്ചറൽ ചേഞ്ച്? ഇക്കണോമിക് ഗ്രോത്ത് എന്ന് നമ്മൾ പറയുമ്പോൾ മോണിറ്ററി ടേംസ് അല്ലെങ്കിൽ ഇക്കണോമിക് ടേംസിൽ മാത്രമാണ് നമ്മൾ ഗ്രോത്ത് പറയുന്നത്. പക്ഷേ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഓവറോൾ ഇക്കോണമിയുടെ അല്ലെങ്കിൽ ഒരു കൺട്രിയുടെ ഓവറോൾ ഡെവലപ്മെൻ്റ് ആണ് ഇവിടെ വരുന്നത്, ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൽ വരുന്നത്. അതായത് ഗ്രോത്ത് പ്ലസ് സ്ട്രക്ചറൽ ചേഞ്ച്, അതായത് ഇക്കണോമിക് ഫീൽഡിൽ മാത്രമല്ല സോഷ്യൽ, പൊളിറ്റിക്കൽ, കൾച്ചറൽ, അങ്ങനെ ഓൾ ഫീൽഡിലുള്ള ഓൾ സെക്ടേഴ്സിലുള്ള ഡെവലപ്മെൻ്റാണ് ഇവിടെ വരുന്നത്, ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഡെഫിനിഷൻ നോക്കാം. അക്കോർഡിംഗ് ടു മൈക്കൽ ടൊറാഡോ, ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഈസ് ആൻ ഇൻക്രീസിംഗ് ലിവിങ് സ്റ്റാൻഡേർഡ്, ഇംപ്രൂവ്മെൻറ്റ് ഇൻ സെൽഫ് എസ്റ്റീം, നീഡ്സ് ആൻഡ് ഫ്രീഡം ഫ്രം ഒപ്രഷൻ ആസ് വെൽ ആസ് എ ഗ്രേറ്റർ ചോയ്സ്. ഇപ്പോൾ ടൊറാഡോയുടെ ഒരു ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഡെഫിനിഷൻ. വാട്ട് ഈസ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്? ഇൻക്രീസിങ് ലിവിങ് സ്റ്റാൻഡേർഡ്. അപ്പോൾ ഒരു കൺട്രിയെ നമ്മൾ ഏത് രീതിയിലാണ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടോ എന്ന് നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ വിലയിരുത്തുന്നത്, ആ കൺട്രിയുടെ പീപ്പിൾസിൻ്റെ ലിവിങ് സ്റ്റാൻഡേർഡ് നോക്കിയിട്ട്. ലിവിങ് സ്റ്റാൻഡേർഡിൽ എന്ത് വരുന്നുണ്ട്, അവർ ലിവിങ് സ്റ്റാൻഡേർഡ്, അവരുടെ പോവർട്ടി, അവർ ഏതൊരു സിറ്റുവേഷനിലാണ് ലൈഫ് കൊണ്ടുപോകുന്നത്, അതായത് അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഏത് ലെവലിലാണ്, ആ ഒരു പീപ്പിൾസ് അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർ പോവർട്ടി ലൈനിലുള്ളതാണോ, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഇല്ല, അവർ ഈക്വൽ ഇൻകം ഓപ്പർച്യൂണിറ്റീസ് ഉള്ളവരാണോ, അതുപോലെ തന്നെ അവർക്ക് അവരുടെ ബേസിക് നീഡ്സ് എല്ലാം മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്തിനെ മെഷർ ചെയ്യുന്നത്, ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനെ മെഷർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഓൾഡ് ഡേയ്സിൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന ഒരു ടേമിൻ്റെ ബേസിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ലൈക്ക് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, അതായത് ക്യാപിറ്റലിസ്റ്റും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ സൊസൈറ്റിയിൽ കാണാൻ പറ്റും. പക്ഷെ ആ ഒരു സിറ്റുവേഷനൊക്കെ മാറി എല്ലാവർക്കും ഫ്രീഡം ഉണ്ടാവുക, ചോയ്സസ് ഉണ്ടാവുക, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുക, ഈക്വാലിറ്റി ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. സിംപ്ലി പറഞ്ഞാൽ വെൽഫെയർ, സോഷ്യൽ വെൽഫെയർ അറ്റൈൻ ചെയ്യുന്ന സിറ്റുവേഷനാണ് എന്ത്, ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ടു കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഐ മൂവിങ് ഓൺ.
ഡിഫറൻസ് ബിറ്റ്വീൻ ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത് തന്നെയാണ്, അതിൻ്റെ കുറച്ചുകൂടി വൈഡായിട്ട് പറയുന്നു എന്ന് മാത്രം. ഡിഫറൻസ് ബിറ്റ്വീൻ ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഫസ്റ്റ് കോൺസെപ്റ്റിൻ്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ ഇക്കണോമിക് ഗ്രോത്ത് ഈസ് എ നാരോ കോൺസെപ്റ്റ് ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഈസ് എ ബ്രോഡ് കോൺസെപ്റ്റ്. ബിക്കോസ് ഇക്കണോമിക് ഗ്രോത്ത് ഈസ് എ പാർട്ട് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. അല്ലെ, ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഒരു പാർട്ട് മാത്രമാണ് എന്ത്, ഇക്കണോമിക് ഗ്രോത്ത്. സോ ഇറ്റ്സ് എ നാരോ കോൺസെപ്റ്റ്, സ്മോൾ കോൺസെപ്റ്റ്. ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഈസ് എ ബ്രോഡ് കോൺസെപ്റ്റ്. economic development is a growth plus structural change. Economic growthും as a part of economic development ആണ്, plus sectoral change. That means overall development എവിടെ വരുന്നു, ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൽ വരുന്നു. ദെൻ സ്കോപ്പ് എന്താണ്, ഇക്കണോമിക് ഗ്രോത്തിൻ്റെ സ്കോപ്പ് എന്താണ്? ഇൻക്രീസ് ഇൻ ദ ഇക്കണോമിക്സ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ നാഷണൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ നാഷണൽ ഇൻകം. എന്താണ്, ഇക്കോണമിയുടെ നാഷണൽ ഇൻകം ഔട്ട്പുട്ട്, എംപ്ലോയ്മെൻറ്റിലുള്ള ഇൻക്രീസ് ആണ് ഇവിടെ പറയുന്നത്, ഇക്കണോമിക് ഗ്രോത്തിൽ പറയുന്നത്. ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൽ എന്താണ് പറയുന്നത്, സ്ട്രക്ചറൽ ചേഞ്ച്, ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യോ പൊളിറ്റിക്കൽ കൾച്ചറൽ ആൻഡ് ഓൾസോ ഇക്കണോമിക്കൽ ചേഞ്ച് ആണ് ഇവിടെ പറയുന്നത്. ഇക്കണോമിക്കൽ ഡെവലപ്മെൻ്റ് ആണ് ഇവിടെ പറയുന്നത്, ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൽ പറയുന്നത്. ദെൻ നമ്മൾ ഇക്കണോമിക് ഗ്രോത്ത് നമ്മൾ നോക്കുമ്പോൾ എന്ത് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, GDP മാത്രമാണ് നമ്മൾ എന്തിൽ കൺസിഡർ ചെയ്യുന്നത്, ഇക്കണോമിക് ഗ്രോത്തിൽ കൺസിഡർ ചെയ്യുന്നത്. എന്താണ് GDP അല്ലേ, GDPൻ്റെ പാർട്ടായിട്ടാണ് കൺസംഷനും സേവിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ വരുന്നത്. അപ്പോൾ അതിലുണ്ടാവുന്ന ഇൻക്രിമെൻറ്റ് എന്തിലും നമുക്ക് കാണാൻ പറ്റും, GDPയിലുള്ള ഇൻക്രിമെൻറ്റ് കാണാൻ പറ്റും. സോ ഇക്കണോമിക് ഗ്രോത്ത് എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, നാഷണൽ ഇൻകം അല്ലെങ്കിൽ കൺട്രീസ് GDPയിലാണ്. GDP എന്താണ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലേ. അപ്പോൾ കൺട്രിയുടെ GDPയിലാണ് നമുക്ക് ഇക്കണോമിക് ഗ്രോത്തിൻ്റെ കോൺസെൻട്രേഷൻ കാണാൻ പറ്റുന്നത്. ഇക്കണോമിക് ഡെവലപ്മെൻ്റ് ആണെങ്കിൽ എന്തൊക്കെയായിരിക്കും, GDPയിലുള്ള ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ വേണം. കൂടാതെ എന്തൊക്കെ വേണം, ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻഡെക്സസ് ഇൻക്രീസ് ഉണ്ടാവണം. അതുപോലെ തന്നെ വെൽഫെയറിൽ ഇൻക്രീസ് ഉണ്ടാവണം. പീപ്പിൾസിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യണം. അങ്ങനെ ഓവറോൾ ഡെവലപ്മെൻറ്റ് എവിടെ നമുക്ക് കാണണം, ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൽ വേണം. അതായത് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, GDPയിൽ മാത്രമല്ല, ആൻഡ് ഓൾസോ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ്, ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്, എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ്, അങ്ങനെ എല്ലാ ഫീൽഡിലും നമുക്ക് കാണാൻ പറ്റും എവിടെ, ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. ദെൻ ഇംപ്ലിക്കേഷൻ എന്താണ് പറയുന്നത്, ഇക്കണോമിക് ഗ്രോത്ത് ഇംപ്ലിക്കേഷൻ എന്താണ് പറയുന്നത്, ഇറ്റ് റെഫേഴ്സ് ടു എൻ ഇൻക്രീസ് ഇൻ ദ റിയൽ ഔട്ട്പുട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഇൻ ദ കൺട്രി, ലൈക്ക് ഇൻക്രീസ് ഇൻ ഇൻകം, സേവിങ്, ഇൻവെസ്റ്റ്മെൻറ്റ് എക്സെട്ര. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എവിടെ ഉള്ള ഇൻക്രീസ് ആണ് കാണേണ്ടത്, ഇൻകത്തിലുള്ള, സേവിങ്ങിലുള്ള, ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള ഇൻക്രീസസ് ആണ് എവിടെ കാണുന്നത്, ഇക്കണോമിക് ഗ്രോത്തിൽ കാണുന്നത്. ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൽ വരുമ്പോൾ സോഷ്യോ ഇക്കണോമിക് ആൻഡ് സ്ട്രക്ചറൽ ചേഞ്ച് ആണ് അല്ലേ വരുന്നത്. എന്തൊക്കെ വരുന്നുണ്ട്, സോഷ്യൽ ചേഞ്ച്, ഇക്കണോമിക് ചേഞ്ച്, പൊളിറ്റിക്കൽ കൾച്ചർ, എല്ലാ ചേഞ്ചും നമുക്ക് എവിടെ കാണണം, ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൽ കാണണം. ദെൻ മെഷർമെൻറ്റ്, ഇക്കണോമിക് ഗ്രോത്ത് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, ത്രൂ GDPയിലുള്ള ഇൻക്രീസ് ഓർ ഡിക്രീസ് നോക്കിയിട്ടാണ് നമ്മൾ ഇക്കണോമിക് ഗ്രോത്ത് മെഷർ ചെയ്യുന്നത്. ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ആണെങ്കിലോ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ്, ജെൻഡർ റിലേറ്റഡ് ഇൻഡെക്സ്, ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, അതൊക്കെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ മെഷർമെൻ്റാണ്. എന്തൊക്കെയാണ്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ്, ജെൻഡർ റിലേറ്റഡ് ഇൻഡെക്സ്, ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എക്സെട്ര. ദെൻ ഇഫക്റ്റ്, ഇക്കണോമിക് ഗ്രോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ച് ആണ് ഉണ്ടാക്കുന്നത് ഇക്കോണമിയിൽ. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ച്, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും അല്ലേ, നമ്പേഴ്സ്, നമുക്ക് നമ്പേഴ്സിൽ മെഷർ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് എ മോണിറ്ററി ചേഞ്ച് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ച് ഇൻ ദ ഇക്കോണമി. ഇക്കണോമിക് ഡെവലപ്മെൻ്റ് ആണെങ്കിൽ ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ചേഞ്ചസും ഉണ്ടാക്കുന്നുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസ് ഇൻ ദ കേസ് ഓഫ് GDP, ക്വാളിറ്റേറ്റീവ് ചേഞ്ചസ് ഇൻ ദ കേസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് എക്സെട്ര. ഓക്കെ. Then indicators of development or indicators of economic development. Mainly the 4 indicators of economic development. They are per-capita income, physical quality life index, human development index, human poverty index,
ദിസ് ഈസ് ദ മെയിൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പെർ ക്യാപിറ്റ ഇൻകം. വാട്ട് ഈസ് പെർ ക്യാപിറ്റ ഇൻകം? പെർ ക്യാപിറ്റ ഇൻകം ഓർ total income measures the average income earned per person in a given area. It's a city, region, country, etc. in a specified year. What is per capita income? അതായത് നമ്മളിപ്പോൾ ഒരു കൺട്രീൻ്റെ പെർ ക്യാപിറ്റ ഇൻകം ആണ് നോക്കുന്നതെങ്കിൽ ആ കൺട്രിയിലെ ടോട്ടൽ നമ്പേഴ്സ് അല്ലെ, ടോട്ടൽ നമ്പേഴ്സ് പോപ്പുലേഷനിൽ ഒരാൾ, ഒരു പോപ്പുലേഷനിൽ ഒരാൾ ഏൺ ചെയ്തിട്ടുള്ള ഇൻകമാണ് എന്ത്? പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നതാണ് ഒരാളുടെ ഇൻകം അല്ലേ. പെർ പേഴ്സൺ ഇൻകം ആണ് എന്ത്? പെർ ക്യാപിറ്റ ഇൻകം. പെർ പേഴ്സൺ ഇൻകം ആണ് പെർ ക്യാപിറ്റ ഇൻകം. അതായത് ടോട്ടൽ ഇൻകത്തിൽ ടോട്ടൽ നാഷണൽ ഇൻകം ഉണ്ട്, അതിൽ ഒരാൾ ഏൺ ചെയ്തിട്ടുള്ള ഇൻകം ആണ് എന്ത്? പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു അക്കൗണ്ട് ഇയർ എന്ന് വെച്ചാൽ ഏപ്രിൽ 1 ടു മാർച്ച് 31 അല്ലേ. സ്പെസിഫൈഡ് ഇയർ എന്ന് പറയുന്നത് ഒരു അക്കൗണ്ട് ഇയറിൽ അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് ഇയറിൽ ഒരു പേഴ്സൺ അറ്റൈൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഏൺ ചെയ്യുന്ന ഇൻകത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർ ക്യാപിറ്റ ഇൻകം. എങ്ങനെയാണ് നമ്മൾ പെർ ക്യാപിറ്റ ഇൻകം മെഷർ ചെയ്യുന്നത്? പെർ ക്യാപിറ്റ ഇൻകം അല്ലെങ്കിൽ PCI ഈസ് ഈക്വൽ ടു നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ. അപ്പോൾ ഇത് ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റേഴ്സാണ്. പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇൻക്രീസിങ് പാത്തിലല്ല. ഓക്കെ, നെക്സ്റ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഈസ് ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ്. The physical quality of life index is an attempt to measure the quality of life or well-being of a country. In 1979 മോറിസ് ഡേവിഡ് എന്ന് പറയുന്ന പേഴ്സണാണ് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ട്? ഇൻ ഓർഡർ ടു മെഷർ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓർ വെൽബീയിങ് ഓഫ് എ കൺട്രി. കൺട്രിയിലെ പീപ്പിൾസിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് 1976 മോറിസ് ഡേവിഡ് ആണ് ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെങ്കിൽ പീപ്പിൾസിൻ്റെ വെൽബീയിങ് എങ്ങനെയാണ് മെഷർ ചെയ്യുക? അതിന് 3 ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ 3 ഡയമെൻഷൻസ് ആര് പറഞ്ഞിട്ടുണ്ട്? മോറിസ് ഡേവിഡ് പറഞ്ഞിട്ടുണ്ട്. ആ ഡയമെൻഷൻസ് ഇമ്പോർട്ടൻസ് ആണ്, അതെന്തായാലും ഓർത്ത് വെക്കണം. ദാറ്റ് ഈസ് ലൈഫ് എക്സ്പെക്റ്റൻസി റേറ്റ്, ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ബേസിക് ലിറ്ററസി റേറ്റ്. അപ്പോൾ ഈ 3 ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടാണ് എന്ത് മെഷർ ചെയ്യുന്നത്? ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ അത് ആരാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്? ഇയർ ആൻഡ് ഈ 3 ഇൻഡിക്കേറ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ലൈഫ് എക്സ്പെക്റ്റൻസി റേറ്റ്, ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ആൻഡ് ബേസിക് ലിറ്ററസി റേറ്റ്. അപ്പോൾ ലൈഫ് എക്സ്പെക്റ്റൻസി റേറ്റ് എത്രയാണെന്ന് നോക്കുന്നു. നമ്മൾ ലോങ് ലൈഫ് എക്സ്പെക്റ്റൻസി റേറ്റ് ഉണ്ടെങ്കിൽ അത് എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഇൻഡിക്കേറ്റേഴ്സാണ്. ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് റിഡക്ഷൻ ആണല്ലേ വേണ്ടത്. ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് കുറഞ്ഞൊരു സൊസൈറ്റി ആണെങ്കിൽ അവിടെ എന്തുണ്ട്? ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ട്. ആൻഡ് ബേസിക് ലിറ്ററസി റേറ്റ് എന്തായിരിക്കണം? ഹൈ ലിറ്ററസി റേറ്റ് ആണെങ്കിലും അതും ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഇൻഡിക്കേറ്റേഴ്സാണ്. അപ്പോൾ ഈ 3 കമ്പൈൻ ചെയ്തിട്ടാണ് മോറിസ് ഡേവിഡ് ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. സോ ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. Next one is Human Development Index. Human Development Index is another important index that indicate economic development. What is Human Development Index? Human Development Index is a measures of average achievement in key dimensions of human development. That is a long and healthy life, being knowledgeable and have a decent standard of living. Human Development Index എന്താണ് പറയുന്നത്? ഹ്യൂമൻസിൻ്റെ ഡെവലപ്മെൻറ്റ് മെഷർ ചെയ്യുന്നതാണ് എന്ത്? ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് 3 ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ആ 3 ഇൻഡിക്കേറ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണത്? ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ബർത്ത്, അതായത് ഒരു വ്യക്തി ജനിച്ചാൽ അവരുടെ മരണം വരെയുള്ള ആ ഒരു ഡ്യൂറേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ബർത്ത് എന്ന് പറയുന്നത്. ദെൻ ഏവറേജ് എഡ്യൂക്കേഷണൽ ലെവൽ, എന്താണ് അവരുടെ എഡ്യൂക്കേഷണൽ ലെവൽ? ഏവറേജ് എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ ഏവറേജ് എഡ്യൂക്കേഷണൽ ലെവൽ
എന്താണ്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ആ 3 കാര്യങ്ങളും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കൺസ്ട്രക്ട് ചെയ്യുന്നത്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. മഹബുൾ ഉൽ ഹക്ക് എന്ന് പറയുന്ന പാകിസ്ഥാനി ഇക്കണോമിസ്റ്റാണ് HDI ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് ഇൻ ദ ഇയർ 1990s. അപ്പോൾ നമ്മളിതിൽ ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൻ്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഓർമ്മിച്ചിരിക്കേണ്ടത് ആരാണ് ക്രിയേറ്റ് ചെയ്തത്, ഏതാണ് വർഷം, പിന്നെ ആ 3 ഇൻഡിക്കേറ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇന്ത്യയിലെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ പ്ലേസ് എത്രയാണെന്നുള്ളതും കൂടി നമ്മൾ ഓർമ്മിച്ച് വെക്കണം. ഇപ്പം 2021 ഇന്ത്യയുടെ പ്ലേസ് എന്ന് പറയുന്നത് 131 ആണ് ഇന്ത്യയുടെ പ്ലേസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ്. Human poverty index is another important index that indicate economic development. What is human poverty index? Human poverty index was an indication of poverty of community in a country developed by the United Nations. യുണൈറ്റഡ് നേഷനാണ് എന്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. എന്തിനാണ് ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? ഇൻ ഓർഡർ ടു ഐഡൻറ്റിഫൈ പോവർട്ടി ഓഫ് ദ കമ്മ്യൂണിറ്റി ഇൻ എ കൺട്രി. അതായത് ഒരു കൺട്രിയുടെ അല്ലെങ്കിൽ ഒരു ഏരിയാസിലെ പോവേർട്ടി മെഷർ ചെയ്യുന്ന ഒരു ഇൻഡെക്സാണ് ഇത്, ഹ്യൂമൻ പോവേർട്ടി ഇൻഡെക്സ്. ഹ്യൂമൻ പോവേർട്ടി ഇൻഡെക്സ് ഓൾസോ ബേസ്ഡ് ഓൺ 3 ഇൻഡിക്കേറ്റേഴ്സ്, ദാറ്റ് ഈസ് ലോങ്റ്റിവിറ്റി, ദാറ്റ് ഈസ് ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ബർത്ത്, നോളജ്, ദാറ്റ് ഈസ് എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ്, ആൻഡ് ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഈ 3 ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട് തന്നെയാണ് ഹ്യൂമൻ പോവേർട്ടി ഇൻഡെക്സും മെഷർ ചെയ്യുന്നത്. ടുഡേ വി ആർ ഡിസ്കസ്ഡ് അബൌട്ട് economic development and economic growth, difference between economic growth and development, and indicators of economic development. Having any queries, please let me know. Thank you.